ഫ്രണ്ട്സ് സ്റ്റോറിട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളെ ഹീറോ ഇന്ത്യ ഗേൾ, നല്ല ക്യൂട്ട് ഗേളാണ്. ഹീറോ ജോലിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ അമ്മ എനിക്ക് ചോക്ലേറ്റ് വേണോ? അയ്യോ ഈ പ്രിയ പ്രിയ പറഞ്ഞേക്ക്, ചോക്ലേറ്റ് തിന്നാൽ പല്ല് വേദന വരും. അമ്മ നോക്ക്, ഫുഡ് തരുന്നു. നീ ഫുഡ് തരുന്നു എപ്പോൾ നോക്കുമ്പോൾ, എനിക്ക് എപ്പോൾ നോക്കുമ്പോൾ ഇത് കുക്കിങ്സ് തരുന്ന മതിയാവും മോം. പ്ലീസ് മോം, ചോക്ലേറ്റ് വേണം എനിക്ക്. ഡയറി മിൽക്കാ? ഡയറി മിൽക്കിൽ എന്താ ഉമ്മ ഉള്ളത് എന്ന് കേട്ടായിരുന്നു ഹീറോയും. വീട് വെച്ച് സാഡായി പോമോ, നീ എന്ത് തന്നാൽ ഞാൻ തിന്നില്ല പോ എന്ന് ഹീറോയിൻ സാഡായി പോയിരുന്നു. ഹീറോയിൻ്റെ ഡാഡി, മോളെ എൻ്റെ അമ്മക്കുട്ടി, ആ ചക്കരക്കുട്ടി എവിടെ ഉണ്ട്? പോ ഡാഡാ, മമ്മി എനിക്ക് ഡയറി മിൽക്ക്. അയ്യോ എൻ്റെ ചക്കര എടുക്കടാ ഡബിൽ. ഡാ നോക്ക് ബോക്സ്, ഡയറി മിൽക്കിൻ്റെ ബോക്സ് ആയിരുന്നു. ഇത് കണ്ട ഹീറോയിൻ്റെ മമ്മിക്ക് ഷോക്കായിരുന്നു. എന്തിനാണ് നിങ്ങൾ ചോക്ലേറ്റ് മേങ്ങ കൊടുക്കുക അവൾക്ക്? ആന്നല്ല അവളൊരാഗ്രഹമല്ലേ. പ്രിയ പറഞ്ഞേക്ക് അമ്മു, പ്രിയ പറഞ്ഞേക്ക് അമ്മു എന്ന് പറഞ്ഞായിരുന്നു അച്ഛാ. എന്താ വെച്ചാൽ ഈ ചോക്ലേറ്റ് ഡയറി മിൽക്ക് കുറേ കഴിക്കാൻ പാടില്ല, കുറച്ച് കുറച്ച് കഴിക്കണം, മനസ്സിലായില്ലേ? അമ്മ തന്ന ഫുഡ് നീ നേരെ കഴിക്കണം. അങ്ങനെ നിനക്ക് ഡാഡി എത്ര ചോക്ലേറ്റ് വേണം വാങ്ങിത്തരാം. ശരിയേ ഡാഡി, ബൈ ഡാഡ് അങ്ങനെ വെച്ച് പറയായിരുന്നു. എന്നെ ഗുഡ് ഓടിപ്പോയി. പിന്നെ അതിന് കുറച്ച് അവിടെ ഉള്ള ആൾക്കാരെല്ലാം വന്ന് സാധനമെല്ലാം കൊണ്ടുവരായിരുന്നു. എന്താ ഇത് സാധനം? ഇതെല്ലാം സാധനം, ഇതെല്ലാം തരക്കറി, ഇത് ചിക്കൻ ഫിഷ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ചിക്കൻ ഫിഷ് എല്ലാം കൊടുന്നു ഇതാ നിനക്ക് വേണം സാധനം, മൊത്തം ലിഫ്റ്റ് എനിക്ക് കൊടുന്നിട്ടുണ്ട്. നീ കേട്ടായിരുന്നു, നീ എല്ലാ സാധനം എൻ്റെ കേട്ടായിരുന്നു, അതുകൊണ്ട് നിനക്ക് കൊടുന്നത്. ടാൻസ് എന്ത് ടാൻസ് എന്ന് പറയാം? അങ്ങനെ എൻ്റെ വൈഫിനോട് പറയുന്നു. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛൻ എല്ലാ സാധനവും കൊണ്ടുവന്നു. ഇത് നമ്മളെ മൂക്ക എന്ന് പറഞ്ഞു. എന്താ അതിന് തുറന്നു നോക്കാം, ചോക്ലേറ്റ്, ലൈസ്, ഇത് ഐസ്ക്രീമാണ്. ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടോ? അതെ, അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമല്ലേ. അർജുനാന്ന് വായി വന്നത് തുടങ്ങി. ഹീറോയുടെ ചേട്ടനാണ് അർജുൻ എന്താ അച്ഛാ? അല്ലടാ നീ ഇപ്പം എവിടുന്ന് വന്ന? അച്ഛാ അത് എന്ന് ഇതെന്തിങ്ങനെ പറഞ്ഞ? അർജുൻ്റെ അച്ഛൻ കേൾക്കണേ. അർജുൻ എവിടുന്ന് വന്ന? അച്ഛത് എങ്ങനെ പറയായിരുന്നു? എന്താ നീ പോയിട്ട് വന്നോ? അച്ഛാ ഞാൻ പോയിട്ട് വന്നു അച്ഛാ. ശരിടാ, കോളേജിലേക്ക് പോയിട്ട് വന്നോ ചോദിച്ചത് അർജുൻ. അച്ഛാ കോളേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതല്ല അച്ഛാ, അതൊക്കെ ഇപ്പം എന്തിനാ അച്ഛാ ടെൻഷൻ എന്നാ? ഇല്ലടാ നീ കോളേജിന് അച്ഛാ, അച്ഛനോട് പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോളേജ് പറഞ്ഞു കഴിഞ്ഞാൽ വെരിപ്പിത്തണ്ട അച്ഛ എന്ന് പറയായിരുന്നു. അർജുൻ പറഞ്ഞേക്ക് അച്ഛാ, കോളേജ് ഇപ്പോൾ എനിക്ക് പഠിച്ചിട്ടായി, ഞാൻ ബിസിനസ് പഠിച്ചിട്ട് അച്ഛാ. നീ ബിസിനസ് പഠിക്കാൻ പറഞ്ഞത് അച്ഛൻ എന്നോട് ഓഫീസ് നോക്കാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം അച്ഛാ എന്ന് പറയായിരുന്നു. സാരില്ലടാ അങ്ങനെയായിട്ട് അച്ഛൻ പറഞ്ഞു. അച്ഛാ ഞാൻ കമ്പനിക്ക് പോകാമെന്ന് പറഞ്ഞാൽ അർജുൻ ഒറ്റ ഓട്ടം പോയി. ഇവൻ്റെ അവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ അച്ഛൻ പറഞ്ഞു, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. ഓഫീസിലേക്ക് ഞാൻ പോകുന്നു. അതെ, കോളേജിന് പ്രിൻസിപ്പളാണ് ഹീറോയിൻ ഡാഡി, വലിയ കോളേജ്. അങ്ങനെ കോളേജിന് പ്രിൻസിപ്പളാണ്. ഹീറോയിൻ്റെ മമ്മി സ്കൂൾ പ്രിൻസിപ്പൽ. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ മമ്മി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി, റെഡിയായി സ്കൂളിലേക്ക് പോയി. അങ്ങനെ അവർ കോളേജിൽ പോയി. അങ്ങനെയായിട്ട് കോളേജിൽ വന്ന് സംസാരിക്കാൻ തുടങ്ങി. പ്രിൻസിപ്പൽ, ഹലോ, ഓക്കെ ശരി ഓക്കെ, അവരുടെ വരാൻ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ 7 ബോയ്സ് വന്ന് നിന്നു. ഓക്കെ ബോയ്സ്, നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയുമല്ലേ? അറിയൂ സാർ, എനിക്ക് ലാംഗ്വേജ് എന്നായിട്ട് അറിയും. അങ്ങനെ 7 പേർ ഓരോന്ന് പറയാൻ തുടങ്ങിയാണ്. ശരി, നിങ്ങൾ പുതിയ പ്രൊഫസറാണ്, അതുകൊണ്ട് ജോയിൻ. ഇപ്പോൾ പായതെല്ലാം ഞങ്ങൾ എടുത്തു. ഇനിയിപ്പോൾ പായ പ്രൊഫസറില്ല, അവരെല്ലാം ഇപ്പോൾ ജോലിയിൽ വിട്ടു. അതെ, ഏത് സീറ്റുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ തന്നത്. എനിക്ക് അറിയുന്ന ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് ഹെൽപ്പ് ചെയ്യാം. നിങ്ങളെല്ലാം ടാലൻറ്റും നല്ല ഉണ്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നല്ല ടാലൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ 7 പേര് ഓക്കെ അങ്കിൾ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ശരി ഓക്കെ എന്ന്. അങ്ങനെ ഫോൺ വന്നു. ഹലോ മജ, എന്താടാ? ഇല്ലടാ, ഞാൻ അയച്ച കുട്ടികൾ അവർ ഓക്കെയാണ് പറഞ്ഞു. ശരി, ഇവിടെ ഇപ്പം നിങ്ങൾ അങ്കിൾ വിളിച്ചോ? മോശമില്ല, എന്നെ പ്രിൻസിപ്പൾ എന്ന് വിളിക്കും. ശരി സാർ, ശരി ഓക്കെ, നിങ്ങൾ പോയിക്കോ, ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞാണ്. ഈ 7 പേർ ഓരോന്ന് ക്ലാസ്സൊക്കെ അവർ എടുക്കാൻ പോയി. അവർ ഇൻ്റർവ്യൂ ചെയ്യാൻ പറഞ്ഞ് അവർ നെയിമെല്ലാം പറഞ്ഞു. സ്റ്റുഡൻസ് അങ്ങനെയായിട്ട് ക്ലാസ് അങ്ങനെ അവർ ക്ലാസ് എടുക്കുന്നത്. ഹീറോയിൻ സാഡായിട്ട് വരാൻ തുടങ്ങി. മച്ചി എന്തോ കഷ്ടോടി, സ്കൂളിൽ വയ്യടി, നീ ഇങ്ങനെ ടെൻഷൻ ആക്കിയോണ്ട് ഇരുന്നാൽ പറ്റില്ലടി. എന്താ മച്ചി നീ പറയുന്നത്? ഇപ്പം നമ്മൾ പഠിക്കുന്ന 12th, ഇനി നമുക്ക് ഫസ്റ്റ് ഇയർ കോളേജിലേക്ക് പോകണം. അങ്ങനെയായിട്ട് ഫ്രണ്ട് പറയായിരുന്നു. പോടി,
എനിക്ക് ഈ കോളേജ് പറഞ്ഞ അമ്മ അച്ഛന് വേറെ കോളേജൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റില്ലടി. സ്കൂൾ പറഞ്ഞ ഇവിടെ തന്നെ. എന്തുകൊണ്ട് അറിയുന്നു എനിക്ക്? ഞാൻ സ്കൂളിലേക്ക് പോയാൽ ഞാൻ എന്ത് കുറുത്ത് കിടക്കാട്ടോ എന്ന് അച്ഛൻ അമ്മ കണ്ടുപിടിക്കൂടി മച്ചി. അങ്ങനെയായിട്ട് ഹീറോയി സാഡായിട്ട് പറയാൻ തുടങ്ങി. പ്രിയ ഇങ്ങനെ സാഡാവണ്ടടി മച്ചി, നമുക്ക് കോളേജിലേക്ക് പോവാം, നമ്മൾ കോളേജിൽ പോയി അടിച്ച് പൊളിക്കുക എന്നായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നു. അതേടി റോസി, നീ പറഞ്ഞ ശരി എന്ന് കീർത്തി പറഞ്ഞു. അങ്ങനെ ഹീറോയിനെ നോക്കി ജോലിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അതിനായിട്ട് PTS മെമ്പർക്ക് 7 പേര് പ്രൊപ്പോസറായി മാറിയായിരുന്നു. അവർക്ക് കുറച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് വന്ന് സെറ്റിലായിരുന്നു. അതിനായിട്ട് അവർക്ക് പിടിച്ചത് കൊണ്ട് ഇന്ത്യയിൽ തന്നെ സെറ്റിലാവുമെന്ന് വെച്ചാൽ അവർ ഇന്ത്യയിൽ സെറ്റിലായി. അതുമാത്രമല്ല 7 പേര് ഫ്രണ്ട്സ്. അതിനായിട്ട് ആറാൻ പറയുന്നത് നല്ല ഉണ്ടല്ലോടാ കോളേജ്. അതേടാ നല്ല പ്ലേസാണ്, എനിക്ക് ഈ പ്ലേസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി. നമ്മളിവിടുന്ന് തപ്പിച്ചിട്ട് വന്നത് അതൊരു ഭാഗ്യം എന്ന് അവർ പറയായിരുന്നു. അങ്ങനെയായിട്ട് ഷുഗർ സ്മോക്ക് ചെയ്തായിരുന്നു. ശരിടാ, നമ്മൾ ഇന്ത്യക്ക് വന്ന് നമ്മൾ എന്തിനു വന്ന് നിങ്ങൾക്കെല്ലാം ഓർമ്മ ഉണ്ടല്ലേ? അതെടാ, അത് വരും തീർക്കണം. അങ്ങനെയായിട്ട് അവർ സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോയിനെ നോക്കാം. ഹീറോ ജോലിയായിട്ട് എൻജോയ് ചെയ്ത് വന്നായിരുന്നു. അങ്ങനെ അതിൻ്റെ വാതിലട്ടി. അങ്ങനെയായിട്ട് സർ, ഇതാ നിങ്ങൾക്ക് ഗസ്റ്റ് ഹൗസിൽ നിങ്ങൾ താമസിച്ചോ എന്ന് പറഞ്ഞ് താക്കോൽ കൊടുത്തു. സാറ് തരാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞു. താക്കോൽ കൊടുത്തു. അവിടുത്തെ പ്രൊഫസറായിരുന്നു. കുട്ടികളെ ഇത് അതിനായിട്ട് പറഞ്ഞാൽ കുറച്ച് ഏജ് പറഞ്ഞ ഒരു കുറച്ച് 40 വയസ്സായി. അവർ പറയുന്നു, ഞാനിപ്പോൾ പോവാം, ഇനി നിങ്ങൾ ക്ലാസ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞാനും പോവാം, ഇനി നിങ്ങളാണ് അവർക്ക് കുട്ടികൾക്ക് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ആ പ്രൊഫസർ അവിടെ നിന്ന് പോയി. ഇവർ 7 പേരാണ് അവിടെ ഉള്ളത്. പിന്നെ ഗേൾസ് പ്രൊഫസറെല്ലാം ഉണ്ട്. അവരെല്ലാം ഗേൾസ് അല്ലേ, ഇവർ ആൻസമായിട്ടുണ്ടല്ലോ എന്നത്. ഗേൾസ് അല്ലേ, കല്യാണം കഴിഞ്ഞ ഗേൾസ് ഉണ്ട്, കല്യാണം കഴിക്കാത്ത ഗേൾസ് ഉണ്ട്. അവർ സൈറ്റ് അടിക്കായിരുന്നു, അവർ കണ്ടിക്കാതിരുന്നായിരുന്നു. ഇങ്ങനെ കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി ഹീറോയ്ക്ക് മച്ചി നമ്മൾക്കിപ്പോൾ 12th എക്സാം, ഇനി നമുക്ക് കോളേജിലേക്ക് പോകുന്നതാ, കുറച്ച് ടെൻഷനാണടി മച്ചി എന്നാല് റോസി പറയായിരുന്നു. ആദ്യം മച്ചി കീർത്തി പറയായിരുന്നു, എടി മച്ചി എക്സാം എടി, ഇപ്പം എന്ത് ചെയ്യാൻ, നമുക്ക് പരീക്ഷ അതുകൊണ്ട് നമ്മൾ പാസ് ചെയ്യണം. ഹീറോയി പറയുന്നു, എന്തടി പ്രശ്നം? എടി മാത്സാ ഇപ്പം ശരിയാ. അതിനെ ഹീറോയി ക്ലാസ് എടുക്കുന്നത്. നമുക്ക് നാളെ മാത്സ് സ്റ്റാർട്ട്, ഫസ്റ്റ് എക്സാം മാത്സ് എങ്ങനെ പഠിക്കണം എന്ന് ഹീറോയി പറയാൻ തുടങ്ങി. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരും. ഹീറോയിനോട് കേൾക്കാൻ തുടങ്ങി, നീ പഠിക്കുന്ന ആളല്ലേ, അതെ ഇതാണ് ക്വസ്റ്റ്യൻ. അവർ കഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ 8 എക്സാം വന്നു. അങ്ങനെ എല്ലാം റെഡി ആയിട്ട് എക്സാമൊക്കെ പോയി. ഹീറോയി പറഞ്ഞ മതി എക്സാമാണ്.